പേടകവുമായിട്ട് വരണ്ട ഭൂമിയിലൂടെ ഉരുണ്ട് കയറിയ സ്ഥലമാണ്, വിശ്വാസത്താൽ കയറിയ സ്ഥലമാണ്. അവർ കാനാൻ ദേശത്ത് നിന്ന്, അവർ ഈജിപ്തിൽ നിന്ന് വരുമ്പോഴേ ഈ കാനാൻ ദേശം ഈ ജോർദാൻ നദി മുറിച്ച് കയറുന്നത് സമറിയയിലാണ് കയറുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം വിശ്വാസത്തിൻ്റെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് കയറിയ ആ ഒരു സ്ഥലത്താണ് ഈ കിണർ കുഴിച്ചിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ കിണറിലെ കർത്താവ് വരുമ്പോൾ ഒരു സ്ത്രീയെ കാണും. അവർ വെള്ളം കോരാൻ വന്നതാണ്. അപ്പോൾ കർത്താവ് അവളോട് ചോദിക്കും, എനിക്കിത്തിരി കുടിക്കാൻ തരുമോയെന്ന് ചോദിക്കും. അപ്പോഴുടനെ ഇവളെ ജാതി പറയും. ഉടമ്പടിക്ക് നമ്മൾ ജാതി പറയത്തില്ല. എന്താ കാര്യം? ദൈവം ഒറ്റ ജാതിയായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കണ കാരണം അവിടെ ജാതിയില്ല. ഉടമ്പടിക്ക് മതവും പറയത്തില്ല, പക്ഷേ ക്രിസ്തുവിനെ പറയും. എന്താ കാര്യം? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കാര്യം 2:30 ലൂക്ക 2:30 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ലൂക്ക 2:30 എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ക്രിസ്തുവിനെ ഒരുക്കിയിരിക്കുന്നത് ആരാണ്? ആർക്ക് വേണ്ടിയാണ്? സകല ജനങ്ങൾക്ക് വേണ്ടി. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മള് ലൂക്ക യോഹന്നാന്റെ 21:6 കണ്ടിരിക്കുന്ന പത്രോസല്ലേ, എല്ലാവരെക്കാൾ അധികമായി സ്നേഹിച്ച പത്രോസ്. അങ്ങയുടെ ആദ്യത്തെ സാക്ഷരതാ നിലവാരം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സാക്ഷാത് നിലവാരം ഈ 5 ഭർത്താക്കന്മാരുണ്ടായ സമറിയാക്കാരത്തിയുടെ അതേ സാംസ്കാരിക വചന ഗ്രഹണ നിലവാരമായിരുന്നു. അതറിയണമെന്നുണ്ടെങ്കിൽ യോഹന്നാൻ സുവിശേഷം 4:33 എടുത്ത്. യോഹന്നാൻ 4:33 ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ സമറിയായുടെ കിണറിന്റെ കര നിൽക്കുകയാണ്. അപ്പം കർത്താവ് ദാഹിച്ച് പൊരിഞ്ഞ് അവിടെ വന്നു. ശിഷ്യന്മാരെ ഉച്ചഭക്ഷണത്തിനായി പറഞ്ഞയച്ചു വാങ്ങിച്ചുകൊണ്ട് വരാൻ. അവർ ഭക്ഷണം കൊണ്ട് വന്നപ്പോൾ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇവർ ഭക്ഷണം കൊണ്ട് വന്നിട്ട് കർത്താവിൻ്റെ ചോദിക്കും, ഗുരു ഭക്ഷണം എനിക്കുണ്ട്. അതാണ് സംഭവം. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്.